ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഡ് ഫംഗ്ഷനെ കുറിച്ചാണ്. ഓക്കെ, ലീഡ് ഫംഗ്ഷൻ ഏതൊരു ലീഡ് ഫംഗ്ഷൻ ആൾസോ ഒരു വിൻഡോസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, വിൻഡോസ് ഫംഗ്ഷനിൽ പെട്ടതാണ് ലീഡ് ഫംഗ്ഷൻ. വിൻഡോസ് ഫംഗ്ഷൻ അപ്പോൾ ഇത് വിൻഡോസ് ഫംഗ്ഷനിൽ പെട്ട ഒരു ഫംഗ്ഷനാണ് ലീഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുക, എവിടെ യൂസ് ചെയ്യുക, എങ്ങനെ യൂസ് ചെയ്താൽ നമ്മൾ കോഡ് വൈസ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു കോളം സെലക്ട് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെ വെച്ചാൽ കസ്റ്റമർ, ഇവിടെ നമ്മൾ സെലക്ട് ടേബിൾ കസ്റ്റമർ ഐ ഡി എടുത്ത്, പിന്നെ ട്രാൻസാക്ഷൻ ഡേറ്റ് എടുത്ത്, പിന്നെ സെയിൽസ് എമൗണ്ട് എടുത്ത്, പിന്നെ ലീഡ് ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നത്, ലീഡ് ഫംഗ്ഷൻ കൊടുത്ത്, എന്നിട്ട് ഓപ്പൺ ദ ബ്രാക്കറ്റ്, അതിൽ എവിടെയാണോ ഓപ്പൺ ദ ബ്രാക്കറ്റ് ഏത് കോളമാണോ നമുക്ക് ലീഡ് വെച്ചിട്ട് ലീഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ട ആ കോളത്തിന്റെ നെയിം അതിൻ്റെ ഉള്ളിൽ എഴുതും. (1) എന്നുണ്ട്, മനസ്സിലായില്ലേ? ദെൻ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഓവർ എന്ന് കൊടുത്തിട്ട് പാർട്ടീഷൻ ബൈ കസ്റ്റമർ ഐ ഡി ഓർഡർ ബൈ ട്രാൻസാക്ഷൻ ഡേറ്റ് ആസ് നമ്മളെന്താ ലീഡ് ഫംഗ്ഷനിൽ അത് നെക്സ്റ്റ് സെയിൽ എന്ന് കൊടുക്കും. ദെൻ ഫ്രം സെയിൽസ് ഡാറ്റ. ഓക്കെ, എന്നിട്ട് ഇത്ര ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ വന്നത്. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്ത എല്ലാ ടൈമും കൂടെ വന്നിട്ടുണ്ട്. കസ്റ്റമർ ഐ ഡി സെലക്ട് ടൈമിൽ കസ്റ്റമർ ഐ ഡി, ട്രാൻസാക്ഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്, സെയിൽസ് എമൗണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലീഡ് ഫംഗ്ഷൻ്റെ കോളം. ഇതിലെങ്ങനെ വന്ന് ഇതിൽ ഫസ്റ്റ് ഇവിടെ ലീഡ് സെയിൽസ് എമൗണ്ട് 1 കൊടുത്തത്. 1 കൊടുത്താൽ ഇപ്പം ഇതിലെങ്ങനെ വന്നു വെച്ചാൽ ഈ സെയിൽസ് എമൗണ്ടിൽ 1 കൊടുത്തോണ്ട് ഈ ഫസ്റ്റ് റോക്ക് 100 എന്നുള്ള കറസ്പോണ്ടിങ് റോക്ക് എന്താണ് സെയിൽസ് എമൗണ്ട്? 100 എന്നുള്ള സെയിൽസ് എമൗണ്ടിന് കറസ്പോണ്ടിങ് എന്താ വന്നത്? ഇവിടുത്തെ ഒന്ന് നേരെ ലീഡ് ആകുമ്പോൾ ഒന്ന് നേരെ അടിയിലുള്ളത് എടുക്കും. എന്നിട്ട് അത് നേരെ ഇങ്ങോട്ട് ക്ലോസ് ചെയ്യും. അതാണ് ഇവിടെ ഫസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ 200 പകരം ഇവിടെ 200 അടുത്ത് നേരെ ലീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 150 നേരെ ലീഡ് ചെയ്ത് മുകളിലേക്ക് വരും 200 അടുത്ത്. അപ്പോൾ 200 ലീഡ് ചെയ്ത് ഇവിടെ വന്ന് 150 നേരെ 300 ലീഡ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നോക്കൂ, പാർട്ടീഷൻ ബൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ ബൈ കൊടുത്തോണ്ട് ഇതിൽ പാർട്ടീഷൻ ബൈ കൊടുത്തോണ്ട് നമുക്ക് പാർട്ടീഷൻ ബൈ കസ്റ്റമർ ഐ ഡി അല്ലേ കൊടുത്തത്. അപ്പോൾ കസ്റ്റമർ ഐ ഡിയിൽ കസ്റ്റമർ ഐ ഡിയിൽ 3 ഡാറ്റാസ് ആണ് ഉള്ളത്, അല്ല 3 റോസ് ആണ് ഉള്ളത്. കസ്റ്റമർ ഐ ഡി 1 1 1. അപ്പോൾ അതെന്തായി എന്ന് വെച്ചാൽ കസ്റ്റമർ ഐ ഡിയിൽ 3 ആണ്. അപ്പോൾ ഒന്ന് നേരെ ഇതിൽ 100 പകരം 100 റോക്ക് നേരെ 200 വന്ന് 150 നേരെ, അല്ല 200 നേരെ 150 വന്ന് ഈ 150 വരാൻ ഒന്നുമില്ല പാർട്ടീഷൻ ബൈ കസ്റ്റമർ ഐ ഡി നോക്കുമ്പോൾ, അതുകൊണ്ട് അവിടെ നള്ള് വന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചു. സിമിലർലി നമുക്ക് രണ്ടാമത്തെ പാർട്ടീഷൻ എടുക്കുന്നത് 2 ആണ്. രണ്ടാമത്തെ പാർട്ടീഷൻ 2 ആണ്. അപ്പോൾ അതിൽ ആകെ 3 ഉള്ളത്. അപ്പോൾ ഒന്ന് ലീഡ് നമ്മൾ നമ്പർ കൊടുത്ത 1 ആണ്. അപ്പോൾ ഈ ടോട്ടൽ കോളത്തിൽ സെയിൽസ് എമൗണ്ടിൽ രണ്ടാമത്തത് എടുത്തിട്ട് ഒന്ന് ലീഡ് ചെയ്യാവുന്ന രണ്ടാമത്തെ എടുക്കും. അത് 200 നേരെ എന്താക്കും 250 വരും. 100 നേരെ, അല്ല 250 നേരെ 100 വരും. 100 നേരെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അടിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നള്ള് വരും. അപ്പോൾ ഇങ്ങനെയാണ് ലീഡ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നേരെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലാഗ്.
ലാഗ് സിമിലർ, ലീഡിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ലീഡിൽ നമുക്ക് എന്താണ്, ലീഡിൽ നമ്മൾ ഒന്ന് അടിയിലേക്കാണ്, അടിയിൽ നിന്ന് എടുത്തിട്ട് മുകളിലേക്ക് വന്നത്. അപ്പൊ ലാഗിൽ എന്തായിരിക്കും? കറക്റ്റ്, നിങ്ങൾ ഒന്ന് മുകളിൽ നിന്ന് നേരെ അടിയിലേക്ക് വരികയാണ് ലാഗിൽ ചെയ്യുക. ഓക്കെ, സെയിം. ഇതിൻ്റെ സെലക്ട് ചെയ്ത കസ്റ്റമർ ഐ ഡി നമുക്ക് ഏതെല്ലാം കോളം വേണോ അതെല്ലാം സെലക്ട് ചെയ്യുക. സെയിൽസ് എമൗണ്ട്, ലാഗ്, ഓപ്പൺ ദ ബ്രാക്കറ്റ്, സെയിൽസ് എമൗണ്ട്, കോമ, എത്ര ലാഗ് ചെയ്യണോ അത് ആ നമ്പർ അവിടെ എഴുതിയിരിക്കും. ഇവിടെ ഒന്നാണ് എഴുതി. ഓവർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പാർട്ടീഷൻ ബൈ കസ്റ്റമർ ഐ ഡി, ഓർഡർ ബൈ ട്രാൻസാക്ഷൻ ഡാറ്റ ആസ് പ്രീവിയസ് സെയിൽസ്. ഓക്കെ, പ്രീവിയസ് ലാഗ് ആകുമ്പോൾ പ്രീവിയസ് സെയിലാണ് നമുക്ക് കിട്ടില്ല. ഒരു ദിവസം ലാഗ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രീവിയസ് സെയിലല്ല കിട്ടുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ കോളംസ് നോക്കുക. എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കോളംസും ഇവിടെ വന്നിട്ടുണ്ട്. കസ്റ്റമർ ഐ ഡി, ട്രാൻസാക്ഷൻ ഡേറ്റ്, സെയിൽസ് എമൗണ്ട്, ലാഗ് ചെയ്ത പ്രീവിയസിൽ ഇപ്പോൾ ഒന്നിൻ്റെ പ്രീവിയസ് ഡേറ്റിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് നള്ള് ഇവിടെ വന്നു. ഓക്കെ, ഇനി ഈ 200ൻ്റെ പ്രീവിയസ് 100 അല്ലേ, അപ്പോൾ അത് നേരെ ക്ലോസ് ആയി. പിന്നെ ഈ 150ൻ്റെ പ്രീവിയസ് ആണ് 200, അപ്പോൾ അത് ഇവിടെ വന്നു. ഇനി 150ൻ്റെ പ്രീവിയസ് വന്ന് ഇനി ഓക്കെ, ഇനി അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ്, 1 എന്നുള്ള പാർട്ടീഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടീഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 300ൻ്റെ പ്രീവിയസ് ഡേറ്റിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ പാർട്ടീഷൻ ബേസിൽ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ലത് വന്ന്. ഇനി 250ൻ്റെ പ്രീവിയസ് ഡാറ്റ പാർട്ടീഷൻ ബേസ് 2 എന്നുള്ള പാർട്ടീഷനിൽ വരുന്നത് 300ആണ്. അപ്പോൾ അത് ഇവിടെ ക്രോസ് ചെയ്തിട്ട് വന്ന് ഈ ഇതേപോലെ തന്നെ 100ൻ്റെ പ്രീവിയസ് ഡാറ്റ എന്നുള്ളത് 250ആണ്. അപ്പോൾ അത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇത്രയാണ് ലീഡും ലാഗും ഫംഗ്ഷൻ, വിൻഡോസ് ഫംഗ്ഷന് നമുക്ക് ഇത്രയാണ് ഉള്ളത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇനി റണ്ണിങ് ടോട്ടലാണ്. നമ്മൾ ഇത് ഓൾറെഡി റണ്ണിങ് ടോട്ടൽ സമ്മ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ, അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി റണ്ണിങ് ടോട്ടൽ പറഞ്ഞതാണ്. അത് വിൻഡോസ് ഫംഗ്ഷനിൽ വരുന്നതാണ്. സമ്മ് വെച്ചിട്ട് നമ്മൾ എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ, അതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി വിൻഡോസ് ഫംഗ്ഷനിൽ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എൻടൈൽ ഫംഗ്ഷനാണ്. എൻടൈൽ ഇതും ഒരു വിൻഡോസ് ഫംഗ്ഷനിൽ വരുന്ന സമയം. എൻടൈൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഈ എൻടൈൽ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എൻടൈൽ ഫംഗ്ഷൻ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ നമ്മൾ കസ്റ്റമർ ഐ ഡി, ട്രാൻസാക്ഷൻ ഡേറ്റ്, സെയിൽസ് എമൗണ്ട്, പിന്നെ ബക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇത് എൻടൈൽ എങ്ങനെ ഇതിൻ്റെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ട് കസ്റ്റമർ ഐ ഡി സെലക്ട് ചെയ്ത് ട്രാൻസാക്ഷൻ ഡേറ്റ്, സെയിൽസ് എമൗണ്ടും സെലക്ട് ചെയ്തു. പിന്നെ എൻടൈൽ എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 3 ഞാനിവിടെ അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ദെൻ ഓവർ എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓർഡർ ബൈ ആണ് എഴുതി. ഓർഡർ ബൈ സെയിൽസ് എമൗണ്ട്, അതാണ് സെയിൽസ് എമൗണ്ട് ആസ് ബക്കറ്റ് എഴുതി. പിന്നെ സാധാരണ പോലെ ഫ്രം സെയിൽസ് ഡാറ്റ ഇത്ര എഴുതി ഇത് റൺ ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഈ നമ്മളെ സെലക്ട് ചെയ്ത എല്ലാ കോളങ്ങളും വരും. ഏതൊക്കെ കോളങ്ങളാണ്? കസ്റ്റമർ ഐ ഡി വന്ന്, ട്രാൻസാക്ഷൻ ഡേറ്റ് വന്ന്, സെയിൽസ് എമൗണ്ട് വന്നു. പിന്നെ ഈ അഡീഷണൽ ആയിട്ട് ഈ വിൻഡോസ് ഫംഗ്ഷനായിട്ട് ഈ ബക്കറ്റിനുള്ള കോളം. ഇതെങ്ങനെ വന്നത് നോക്കിയത്? ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 ആയിട്ട്. അപ്പോൾ ഇത് എന്താ ആവലെന്ന് വെച്ചാൽ ഇതിൽ ഓർഡർ ബൈ മാത്രമേ ഉള്ളൂ, പാർട്ടീഷൻ ഇല്ല. ഓർഡർ ബൈ മാത്രം ആയതുകൊണ്ട് ഈ ടോട്ടൽ നമ്മൾ ഓർഡർ ബൈ സെയിൽസ് എമൗണ്ട് അല്ലേ, ഈ സെയിൽസ് എമൗണ്ടിന് ടോട്ടൽ എണ്ണ എത്ര ഉണ്ടോ അത് ഡിവൈഡ് ബൈ 3 ചെയ്യും. ഇവിടെ എത്ര എണ്ണ ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 ഡിവൈഡ് ബൈ 3 ചെയ്താൽ ഒരു ബക്കറ്റിൽ 2 എണ്ണം ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയുള്ള
അപ്പം ഇതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും, 3 ബക്കറ്റ് ആവും. ഓക്കെ, മൂന്ന് രീതിയിൽ ടോട്ടല് ഇതിന് 3 ബക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു ബക്കറ്റിൽ 2 ബേസ്, രണ്ടെണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഇവിടെ ഉണ്ടാവും ബക്കറ്റ്, ഈ ബക്കറ്റിൽ രണ്ട്, ഫസ്റ്റ് ബക്കറ്റിൽ 2 അതിന് ഓർഡർ വൈസ് സെയിൽസ് മോഡൽ 2 അതിൽ ഒന്നിന് ആ ബക്കറ്റിൽ ഫസ്റ്റ് ബക്കറ്റിന് 1 നമുക്ക് കൊടുക്കും, അതിൽ 2 1 കൊടുത്ത്, പിന്നെ രണ്ടാമത്തെ ബക്കറ്റിന് 2 നമ്പർ, അത് അതിൽ എത്ര ഇൻഡിവിജ്വൽ റോസ് ഉണ്ട് അതിനെല്ലാം 2 കൊടുത്ത്, മൂന്നാമത്തെ ബക്കറ്റിന് 3 കൊടുത്ത്, രണ്ടെണ്ണം ആയതുകൊണ്ട് 3 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻടൈലുള്ളത്. ഇനി നമുക്ക് ഇതിലൊരു മൂവിങ് അവറേജും കൂടി ഉണ്ട് വിൻഡോസ് പ്രൈമിൽ, അതും കൂടി അത് നമുക്ക് നോക്കാം. മൂവിങ് അവറേജിന്റെ മുന്നേ നമുക്ക് nth വാല്യൂ എന്താണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. nth വാല്യൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഞാനിവിടെ ഒരു സെയിൽസ് ഡാറ്റ എന്നുള്ള ഒരു ടേബിൾ എടുത്തിട്ടുണ്ട്. അതിൽ സാധാ സെയിൽസ് ഡാറ്റയിൽ എന്തെല്ലാം ഉണ്ട്, സെയിൽസ് പേഴ്സൺ നെയിം ഉണ്ട്, പിന്നെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഉണ്ട്, സെയിൽസ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആലീസ് എന്നുള്ളതും ബോബ് എന്നുള്ളതാണ് 2 സെയിൽസ് പേഴ്സൻ്റെ നെയിം. അവരെ കറസ്പോണ്ടിങ് സെയിൽസ് എമൗണ്ട് കറസ്പോണ്ടിങ് ഡേറ്റിലുള്ളതാണ് ഉള്ളത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കോഡ് എന്താ വെച്ചാൽ, സെലക്ട് സെയിൽസ് പേഴ്സൺ, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. സെലക്ട് സെയിൽസ് പേഴ്സണ്, പിന്നെ സെയിൽസ് ഡാറ്റ, സെയിൽസ് എമൗണ്ട്, nth വാല്യൂ, പിന്നെ ഓപ്പൺ ദ ബ്രാക്കറ്റ്, ഏത് കോളാണോ നമ്മൾ nth വാല്യൂ കൊടുക്കേണ്ടത് ആ കോളത്തിന് വേണ്ടി ഇവിടെ സെയിൽസ് എമൗണ്ട്, കോമ എത്രാമത്തെ nth വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ nth വാല്യൂക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ കൊടുക്കുക, ന്യൂമറിക്കൽ നമ്പർ, അത് ഇവിടെ 3 ഓവർ, ഓപ്പൺ ദ ബ്രാക്കറ്റ്, ദെൻ പാർട്ടീഷൻ ബൈ, ഏത് കോളാണോ അത് ആ സെയിൽസ് പേഴ്സൺ എന്നുള്ള കോളാണ്, ഓർഡർ ബൈ സെയിൽസ് എമൗണ്ട്. ഓക്കെ, ഡിസെൻഡിങ് ആസ് തേർഡ് ഹൈയസ്റ്റ് സെയിൽ എന്ന് ഞാൻ മെൻഷൻ ചെയ്തു, ഫ്രം സെയിൽസ് ഡാറ്റ. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഈ കോഡ് റൺ ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇങ്ങനെ. ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ അതിൽ എങ്ങനെ വന്നത് നോക്കാം. ഇപ്പം ഞാനവിടെ nth വാല്യൂ 3 എന്നല്ല കൊടുത്തത്, അപ്പോൾ പാർട്ടീഷൻ ബൈ സെയിൽസ് പേഴ്സൺ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ 3 സെയിൽസ് പേഴ്സൺ ഇവിടെ ആലീസ് എന്നുള്ള 4 രണ്ടാമത് ബോബ് എന്നുള്ള 3. അപ്പോൾ തേർഡ് കൊടുത്തോണ്ട് ഫസ്റ്റത്തെ വാല്യൂ, ഫസ്റ്റ് പാർട്ടീഷൻ സെയിൽസ് പേഴ്സൺ ഓർഡർ ബൈ ഡിസെൻഡിങ് ആണ് കൊടുത്തത്, സെയിൽസ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ 700 എന്നുള്ളത് 0th ആയിരിക്കും, 0th, പിന്നെ 600 എന്നുള്ളത് ഫസ്റ്റ്, 600 ഫസ്റ്റ്, 500 സെക്കൻഡ്, 300 തേർഡ്. അപ്പോൾ 300 തേർഡ് വാല്യൂ, തേർഡ് വാല്യൂ 300ആണ്. അപ്പോൾ മൂന്നാമത്തെ വാല്യൂ 300ആണ്. അപ്പോൾ അത് ഈ പുതിയ കോളത്തിൽ ആ 300 എല്ലാ കറസ്പോണ്ടിങ് റോൻ്റെ ഇടയിൽ 300 വരും. മനസ്സിലായില്ലേ? നമുക്ക് ചില സിറ്റുവേഷനിൽ ഇങ്ങനെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്, സെയിൽ ആവറേജ് ഒക്കെ എടുക്കുമ്പോൾ. ഇനി അടുത്തൊരു കോളം വെച്ചിട്ട് ഇത് ബേസിൽ നമ്മൾ ആവറേജ് ഒക്കെ എടുക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പാർട്ടീഷൻ ഈ ബോക്സ് എന്നുള്ളതിൽ എന്തില്ല, ബോക്സ് എന്നുള്ളതിൽ ഈ മൂന്നാമത്തെ കോളല്ലേ, 0th 1th സെക്കൻഡ് ഉള്ളൂ, തേർഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാത്തിനും കറസ്പോണ്ടിങ് നള്ളാണ് വന്നത്. ഓക്കെ, എല്ലാത്തിലും നള്ള് വന്നു. അപ്പോൾ ഇത്രയാണ് nth വാല്യൂ ഉള്ളത്.